ബാലരാമപുരത്തെ ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അദ്ദേഹത്തെ ചതവുകൾ മരണകാരണമല്ല, ആഴത്തിലുള്ള മുറിവുകൾ ഇല്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. അമൽ തേനംപറമ്പിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. അമൽ, ഇത് അന്ന് ഈ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട നെയ്യാറ്റിൻകര ഗോപൻ അത് സമാധിയാകുന്നു, അത് വീണ്ടും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നു, മൃതദേഹം ഏതാണ്ട് അതേപടി തന്നെ പുറത്തെടുക്കുന്നു. അന്ന് വലിയ രീതിയിലുള്ള പരാതി, സംശയം ഒക്കെ ഉണ്ടായി. ഇപ്പോൾ എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ? പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതിന് സമാനമായി തന്നെ അത് കുറച്ചുകൂടി വിശദീകരിച്ച ഒരു വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നുമില്ല. അതായത് ഈ ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ള പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സാധാരണ ഒരു മരണം തന്നെയാണ്. അതായത് രണ്ട് തരത്തിലുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഗോപൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ കൊണ്ടിരുത്തി സമാധിയാക്കി, അവിടെ കൊണ്ടിരുത്തിയതിനു ശേഷം ഈ അറ മൂടി എന്നുള്ള ഒരു തരത്തിലുള്ള പ്രചാരണം അവിടെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ഉണ്ടായിരുന്നത് വീട്ടിൽ കിടന്ന് മരിച്ച ശേഷം ഗോപനെ അവിടേക്ക് എത്തിച്ച് അതിനുള്ളിലിരുത്തി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി എന്നുള്ളതായിരുന്നു. അതിൽ രണ്ടാമത് പറഞ്ഞതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മരണശേഷമാണ് അവിടേക്ക് കൊണ്ടിരുത്തിയതെന്നും അതിനുശേഷമാണ് ഈ അറ മൂടിയത് എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ വരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയില്ല. ഭസ്മത്തിൻ്റെയൊക്കെ മണം ശരീരത്തുണ്ടായിരുന്നുവെങ്കിൽ കൂടി, വായിലൊക്കെ ഭസ്മത്തിൻ്റെ അംശം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അതൊന്നുമല്ല മരണകാരണം, സ്വാഭാവിക മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഈ ഗോപന്റെ വീട്ടിലേക്ക് എത്തി അവിടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പരിസരവാസികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പരാതിയായിരുന്നു ഇത്തരത്തിൽ ഈ അറ തുറന്നുള്ള പരിശോധനയിലേക്ക് പോലും കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നത്. അവർ പല രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി തീരെ വയ്യാതെ കിടന്നിരുന്ന ഒരാളാണ്. ആ ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചു എന്നൊരു പോസ്റ്റർ ഇങ്ങനെ പ്രദേശത്ത് കാണുകയാണ്. പക്ഷേ ആ മരണവിവരം മറ്റാരും, ആ കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ രഹസ്യമായ ഒരു സംസ്കാരം എന്തുകൊണ്ട് നടത്തി എന്നൊരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. പിന്നീട് ആണ് ഈ അറയുടെ കാര്യമൊക്കെ വരുന്നതും അത് സമാധിയായതാണ് എന്നൊക്കെ പറയുന്നതും. അതേ തുടർന്ന് വീണ്ടും ചില സംശയങ്ങൾ ഉയർന്നു വരികയും പോലീസ് വിഷയത്തിൽ ഇടപെടുകയും കളക്ടറുടെ ഉത്തരവ് പ്രകാരം ആ അറ തുറന്ന് ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ ഇത് തയ്യാറായി കഴിഞ്ഞ കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മൾ ഈ റിപ്പോർട്ട് എവിടെ വരെ ആയി എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വരട്ടെ, എന്നിട്ട് പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോഴെന്തായാലും ആ റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ സാധാരണ ഒരു മരണം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോവുകയാണ്. ശരി, അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.